ഗ്ലാസിലെ പേപ്പർ എടുക്കാൻ സ്ത്രീ കൈ നീട്ടി. പക്ഷേ ഗ്ലാസ് നിരന്തരം കുലുങ്ങുന്നത് ശ്രദ്ധിച്ചു. എന്താണ് വിചിത്രം? പക്ഷികളുടെ ഒരു കൂട്ടം ഭയന്നതുപോലെ വായുവിൽ ചുഴലിക്കൊണ്ടിരുന്നു. സ്ത്രീ ഭയന്ന് കടലിലേക്ക് നോക്കി നിന്നു. അവളുടെ ഭർത്താവ് അവരുടെ 2 ചെറിയ പുത്രന്മാരെ അവന്റെ പിന്നിൽ വലിച്ചു. അവരുടെ മൂത്ത മകൻ സ്ഥലത്ത് തണുത്തുറഞ്ഞു നിന്നു. അടുത്ത നിമിഷത്തിൽ സമീപത്തുള്ള തെങ്ങുകൾ ഒന്നിനു പുറകെ ഒന്നായി വീണു. 10 മീറ്റർ ഉയരമുള്ള ഒരു വലിയ തിരമാല അവരുടെ നേരെ ഇരഞ്ഞു വന്നു. തന്റെ 2 പുത്രന്മാരെ എടുത്ത് ഓടിപ്പോയി. പക്ഷേ സുനാമിയാൽ ക്രൂരമായി വിഴുങ്ങപ്പെട്ടു. അടിക്കുന്നതിനു മുമ്പ് മൂത്ത മകൻ വിവേകപൂർവ്വം നീന്തൽക്കുളത്തിലേക്ക് ചാടി. അവന്റെ വിധി അജ്ഞാതമായി. സ്ത്രീക്ക് ഒളിക്കാൻ സ്ഥലമില്ലായിരുന്നു. അവൾക്ക് കൂനായി ചുരുങ്ങി അവളുടെ വിധി അവസരത്തിന് വിട്ടുകൊടുക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. സ്ത്രീയെ കടൽ വെള്ളത്തിലെറിഞ്ഞു. അവളുടെ ശരീരം വെള്ളത്തിലെ കഠിനമായ വസ്തുക്കളാൽ മുറിഞ്ഞു. 1 മിനിറ്റിനുള്ളിൽ മുഴുവൻ ഹോട്ടലും സുനാമിയിൽ മുങ്ങി. സ്ത്രീ ഒരു വലിയ മരത്തിൽ പിടിച്ച് അതിസൂക്ഷ്മമായി അതിജീവിച്ചു. അവൾ നിരാശയിൽ നിലവിളിച്ചു. അവളുടെ ഹൃദയം ഭയത്താൽ നിറഞ്ഞു. ഭർത്താവിനെയും മക്കളെയും നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു. പെട്ടെന്ന് ഒരു സഹായത്തിനായുള്ള നിലവിളി വന്നു. അത് അവളുടെ മൂത്ത മകൻ കാളായിരുന്നു. സ്ത്രീ മടിയില്ലാതെ മരം വിട്ട് മകന്റെ അടുത്തേക്ക് നീണ്ടു. കുത്തൊഴുക്കിൽ സ്ത്രീയുടെ നെഞ്ച് ഒരു ശാഖയാൽ മുറിഞ്ഞു. വേദന അസഹനമായിരുന്നു. കാൾ ഒരു ബിൽബോർഡ് പിടിച്ചു നിർത്തി. പക്ഷെ അമ്മയെ ഒഴുക്കിൽ തെറിപ്പിച്ചു. ഇത് കണ്ട് മകൻ പെട്ടെന്ന് വിട്ടു അമ്മയുടെ അടുത്തേക്ക് ഒഴുക്കിനൊപ്പം നീങ്ങി. പക്ഷെ മറ്റൊരു വലിയ തിരമാലയടിച്ചു. അവരെ വീണ്ടും വേർപിരിച്ചു. കാൾ ഒരു വൈദ്യുത കമ്പം പിടിച്ചു നിർത്തി. അമ്മയും ഒരു തടസ്സം കൊണ്ട് തടയപ്പെടുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. കാളിന്റെ നിരന്തരമായ വിളിയിൽ അമ്മ സാവധാനം ബോധം വീണ്ടെടുത്തു. തിരമാലകൾക്കിടയിലെ ശാന്തത പ്രയോജനപ്പെടുത്തി അവർ പരസ്പരം നേരെ നീണ്ടു. അമ്മയും മകനും വെള്ളത്തിൽ പിടിച്ചു കരഞ്ഞു. ബാക്കിയുള്ള കുടുംബത്തിന്റെ വിധി അജ്ഞാതമായി. അവർ ഒന്നിനു പുറകെ ഒന്നായി നടന്നു. കോലുകളിലൂടെ തളർന്നു നടന്നു. പിന്നിൽ നടന്നിരുന്ന കാൾ അമ്മയുടെ ഇടതുകാൽ പാദത്തിലെ തൊലി മാംസത്തിൽ നിന്ന് കീറിപ്പോയത് പെട്ടെന്ന് കണ്ടു. അതിലും ഭയാനകമായത് അമ്മയ്ക്കൊട്ടും വേദന അനുഭവപ്പെട്ടില്ല. കാൾ പെട്ടെന്ന് അമ്മയെ നിർത്തി. അവളുടെ ഇടതുകാൽ പാദത്തിലെ പരിക്കിനെക്കുറിച്ച് അവളെ അറിയിച്ചു. അമ്മയെ നോക്കാൻ ധൈര്യപ്പെടാതെ അയാൾ തിരിഞ്ഞു. അമ്മ മനസ്സിലാക്കി. കാളിനോട് മുന്നിൽ നടക്കാൻ പറഞ്ഞു. അടുത്ത സുനാമി ഉടൻ വരുമെന്നതിനാൽ അവർക്ക് കഴിയുന്നത്ര വേഗം ഒരു അഭയം കണ്ടെത്തേണ്ടതുണ്ട്. താമസിയാതെ അവർ ഒരു വലിയ മരത്തിലെത്തി. അമ്മ അവളുടെ കാൽ പരിക്കിൽ ലളിതമായി പട്ടുചുറ്റി. കാൾ അമ്മയുടെ വലതുകാൽ 2 കൈകളാലും പിടിച്ച് ഇതുവരെ വളർന്നിട്ടില്ലാത്ത തോളിൽ അവളെ ഉയർത്തി. ഒടുവിൽ അഭയം തേടി മരത്തിലേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞു.